മലയാള സിനിമയിൽ അത്ഭുതമായ ഒരു നടിയാണ് ഗീത. തെന്നിന്ത്യൻ സിനിമയിൽ തന്നെ അത്ഭുതമായ ഒരു നടിയാണ് ഗീത. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് വേണമെങ്കിൽ ഗീതയെ പറ്റി പറയാം. മമ്മൂട്ടിയുടെ, മോഹൻലാലിന്റെ, റഹ്മാന്റെ ഒക്കെ നായികയായി ഗീത തിളങ്ങിയ ഒരു കാലം ഉണ്ടായിരുന്നു. അന്നത്തെ കാലം ഗീതയെ സംബന്ധിച്ചിടത്തോളം ഗോസിപ്പുകളുടെ കാലം കൂടിയായിരുന്നു. ഒരുപാട് ഗോസിപ്പുകൾ ഗീതയെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. പഞ്ചാഗ്നി എന്ന സിനിമയിലൂടെയാണ് ഗീത മലയാള സിനിമയിൽ ശ്രദ്ധേയമായ ഒരു സാന്നിധ്യമായി മാറുന്നത്. എം.ഡിയും ഹരിഹരനും ചേർന്നൊരുക്കിയ പഞ്ചാഗ്നി. ആ പഞ്ചാഗ്നി വലിയ ഒരു ഹിറ്റായിരുന്നു മലയാളത്തിൽ. പഞ്ചാഗ്നിയിലൂടെ ഗീത ഒരു മെയിൻ സ്ട്രീം നടിയായി മലയാളത്തിൽ മാറി. ആവനാഴി എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിൽ മമ്മൂട്ടിയും ഗീതയും തമ്മിലുള്ള ബെഡ്റൂം സീനുകളൊക്കെ വലിയ വിവാദമായി മാറുകയും ആ ചിത്രം വിജയിച്ചതിനോടൊപ്പം ഈ ബെഡ്റൂം സീനുകൾ വാദമായി മാറുകയും ചെയ്തു. അഭിമന്യു എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായിരുന്നു അവർ. റഹ്മാൻ തമിഴ്നാട്ടിൽ സ്വാധീനമുറപ്പിക്കുമ്പോൾ പുതുപുതു അർത്ഥങ്ങൾ എന്ന ചിത്രത്തിൽ അവർ വളരെ പ്രധാനമായ ഒരു വേഷമാണ് അഭിനയിച്ചത്. അതിനു മുമ്പ് തന്നെ തമിഴ് ചിത്രങ്ങളിൽ കമൽഹാസന്റെ ഒപ്പം അവർ ഒത്തിരി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ചിലമ്പിയോലി അടക്കമുള്ള ചിത്രങ്ങൾ. ആ ചിത്രങ്ങളൊക്കെ വലിയ വലിയ ഹിറ്റായി മാറി. ശരീര സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ അവർ ഒരിക്കലും മടിച്ചിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഗോസിപ്പുകളൊക്കെ തുരുതുരാ ഉണ്ടായപ്പോൾ, ഗോസിപ്പുകളൊക്കെ തുരുതുരാ കടന്നു വന്നപ്പോൾ അവർ അവരുടേതായ ലോകത്ത് ഒതുങ്ങി നിന്നു. പ്രശസ്ത സിനിമാ പത്രപ്രവർത്തകൻ പല്ലിശ്ശേരി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഗീതയെപ്പറ്റി ഒരു ഗോസിപ്പ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗീതയെപ്പറ്റി ഒരു വിവാഹം ഉണ്ടായി കഴിഞ്ഞാൽ, ഗീത ഒരിക്കലും അതിനോട് പ്രതികരിക്കില്ല. അതാണ് അവരുടെ ക്യാരക്ടർ. ഗീത പിന്നീട് മലയാള സിനിമയിൽ നിന്ന് ഇടവേളയെടുത്തു, തെന്നിന്ത്യൻ സിനിമയിൽ നിന്ന് ഇടവേളയെടുത്തു. വിവാഹം കഴിച്ച് അവർ അവരുടേതായ ജീവിതത്തിലേക്ക് വഴുതി മാറി അങ്ങ് പോയി. പക്ഷേ അങ്ങനെ വഴുതി മാറേണ്ട നായികയല്ല ഗീത. നന്നായി അഭിനയിക്കാൻ കഴിയുന്ന നായികയായിരുന്നു അവർ. നന്നായി അഭിനയിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു എന്ന് മാത്രമല്ല, നന്നായി അഭിനയത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക് പോകാനുള്ള കഴിവും അവർക്ക് ഉണ്ടായിരുന്നു. പഞ്ചാഗ്നി എന്ന ചിത്രം അതിന് തെളിവാണ്. ഏറ്റവും കൂടുതൽ മലയാളത്തിലെ ഒരു കാലത്തെ പത്രപ്രവർത്തനം ചർച്ച ചെയ്തത് ഗീതയുടെ കാമുകൻ ആര് എന്നുള്ളതായിരുന്നു. മുരളി എന്നൊരു വ്യക്തിയെ പറ്റിയാണ് ഗീത അന്ന് പറഞ്ഞിരുന്നത്. ആ മുരളി ആര് എന്നൊരു ചർച്ചാ വിഷയം മലയാള സിനിമയിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അത് സിനിമാ കേരളയിൽ മാറ്റിവെക്കുന്നു. ആ മുരളി നടനാണോ രാഷ്ട്രീയക്കാരനാണോ എന്നൊക്കെയുള്ള ചർച്ചാ വിഷയം മലയാള സിനിമയിൽ സജീവമായിരുന്നു. അത്തരം ചർച്ചാ വിഷയങ്ങളിലേക്കൊന്നും സിനിമാ കേരള പോകുന്നില്ല. പക്ഷേ ഗീത എന്ന നടി ഒരു കാലത്ത് മലയാള സിനിമയിൽ സജീവമായിരുന്നു. അവരുടെ രണ്ടാം വരവും വളരെ ശ്രദ്ധേയമായിരുന്നു. പല ചാനലുകളിലും അവർ അഭിമുഖം നൽകിക്കൊണ്ട് അവർ തിരിച്ചു വന്നു. അവരുടെ സ്വകാര്യ ജീവിതം സിനിമാ കേരള ചർച്ചാ വിഷയം ആക്കുന്നില്ല.
പക്ഷേ ഗീതയെപ്പറ്റി ഉണ്ടായ ഒരു കാലത്തെ എന്താ പറയുക, ഒരു കാലം മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്നത് സിനിമ വാരികളായിരുന്നു. അന്ന് അവരൊക്കെ ഒരുപാട് ഗോസിപ്പുകൾ ഗീതയെപ്പറ്റി എഴുതിയിരുന്നു. അതിൽ ഒരു ഗോസിപ്പായിരുന്നു മുരളി എന്ന പേര്. ആ പേര് ഞങ്ങൾ പുറത്തുവിടുന്നില്ല.